എർത്ത്വൈസ് മീഡിയയിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ജൂലൈയിൽ ആരംഭിച്ച ട്രയൽ റൺ പൂർത്തിയായി. ഇന്നു മുതൽ ഔദ്യോഗികമായി ഓപ്പറേഷണൽ തുറമുഖമായി. 70-ലധികം കപ്പലുകൾ ഇതിനകം ചരക്കുമായി തുറമുഖത്തെത്തി. 1.5 ലക്ഷത്തോളം കണ്ടെയ്നറുകളിലായി എത്തിയ ചരക്ക് കൈകാര്യം ചെയ്തു. വർഷം 10 ലക്ഷം കണ്ടെയ്നറുകൾ ഈ തുറമുഖം വഴി കൈകാര്യം ചെയ്യാനാകും. 2028 അടുത്ത ഘട്ടം പൂർത്തീകരിക്കുന്നതോടെ കണ്ടെയ്നർ കൈകാര്യ ശേഷി വർഷം 30 ലക്ഷമാകും. 2034 വരെ GST മാത്രമാകും സംസ്ഥാനത്തിന് ലഭിക്കുക. GST ആയി ഇതുവരെ 16.5 കോടി ലഭിച്ചു. ഇതിൽ പകുതി കേരളത്തിന് കിട്ടും. ജനുവരി ആദ്യമായിരിക്കും തുറമുഖത്തിന്റെ കമ്മീഷനിങ്. 2034 മുതൽ വരുമാന വിഹിതം കൂടി ലഭിച്ചു തുടങ്ങും. തുറമുഖ നിർമ്മാണത്തിനായി അദാനി ഗ്രൂപ്പിന് സംസ്ഥാന സർക്കാർ 1600 കോടി രൂപയാണ് നൽകുന്നത്. ബിസിലും അദാനി ഗ്രൂപ്പും തമ്മിലുള്ള തുറമുഖ നിർമ്മാണ കരാർ പ്രകാരം 2024 ഡിസംബർ 3 മുതലാണ് തുറമുഖം ഓപ്പറേഷണൽ ആവുന്നത്. ബുധനാഴ്ച കമ്മീഷനിങ്ങിന് മുൻപ് തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന ചെന്നൈ IIT-യുടെ ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർമാരുടെ സംഘം നിർമ്മാണം പൂർത്തിയായെന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകും. പുറത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും പൂർത്തിയാകാനുണ്ട്. ഇത് പ്രകാരം പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലീഷനാണ് ഇപ്പോൾ ലഭിക്കുക. പണികൾ തീർക്കാൻ 3 മാസം കൂടി സമയം അനുവദിച്ചിട്ടുണ്ട്. കേരള തീരത്തേക്ക് വലിയ കപ്പലുകളിൽ ചരക്കെത്തിച്ച് ചെറിയ കപ്പലുകളിൽ മറ്റിടങ്ങളിൽ എത്തിക്കുന്ന ട്രാൻസ്ഷിപ്മെന്റ് ഇന്ന് ഔദ്യോഗികമായി തീരുകയാണ്. ജേഡ് സർവീസ് വിഭാഗത്തിൽ അംഗത്വം ലഭിക്കുന്ന രാജ്യത്തെ ഏക തുറമുഖമാണ് വിഴിഞ്ഞം. ലോകത്തെ മുൻനിര കപ്പൽ കമ്പനിയായ MSC തങ്ങളുടെ അടുത്ത വർഷത്തെ ഷെഡ്യൂളിൽ 2 പ്രധാന സർവീസുകളിലും വിഴിഞ്ഞത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ MSCയും ഐറിനയും കേരള തീരത്തെത്തും. പദ്ധതിക്ക് ചെലവ് വരുന്ന 8,867 കോടി രൂപയിൽ 5,595 കോടിയാണ് സംസ്ഥാന സർക്കാർ മുടക്കേണ്ടത്. ഇതിൽ 2,159 കോടി സംസ്ഥാനം ചെലവഴിച്ചു കഴിഞ്ഞു. 1 രൂപ പോലും മുടക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല. എല്ലാവർക്കും നൽകേണ്ട സഹായധനം കേരളത്തിനില്ല. വിഴിഞ്ഞം തുറമുഖത്തിന് നൽകുന്ന ധനസഹായം കേരളം തിരിച്ചടച്ചേ മതിയാവൂ എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിന്. VGF തിരിച്ചടവ് സംസ്ഥാന സർക്കാരിന് വൻ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കും. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നൽകുന്ന കേന്ദ്ര സഹായമാണ് VGF അഥവാ വയബിലിറ്റി ഗ്യാപ് ഫണ്ട്. ധനസഹായം എന്ന നിലയിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിക്ക് കേന്ദ്രം അനുവദിക്കേണ്ട VGF 817.80 കോടി രൂപയാണ്. ഇത് അനുവദിക്കണമെങ്കിൽ ഭാവിയിൽ തുറമുഖം ലാഭത്തിലാകുമ്പോഴുള്ള മൂല്യം കണക്കാക്കി തുക തിരിച്ചടയ്ക്കണമെന്നാണ് കേന്ദ്രം കേരളത്തോട് ആവശ്യപ്പെടുന്നത്. തൂത്തുക്കുടി അടക്കം തുറമുഖങ്ങൾക്ക് ഈ ധനസഹായം അനുവദിച്ച കേന്ദ്ര സർക്കാർ കേരളത്തോട് മാത്രം വിവേചനം കണക്കാക്കുന്ന സാഹചര്യമാണ്. 817 കോടി പലിശരഹിത തിരിച്ചടയ്ക്കുമ്പോൾ 12,000 കോടിയോളം വരും. വർഷങ്ങൾക്ക് ശേഷം മാത്രം വരുമാനം കിട്ടിത്തുടങ്ങുന്ന പദ്ധതിക്ക് ഇത് വലിയ ബാധ്യതയാകും. ഭാവിയിൽ GSTക്ക് പുറമെ വിഴിഞ്ഞത്തു നിന്നും സംസ്ഥാനത്തിന് ലഭിക്കാവുന്ന ലാഭവും ഇതുവഴി സ്വന്തമാക്കുക എന്നതാണ് കേന്ദ്ര തന്ത്രം.